Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG, Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what do you mean by cash budget, definition of cash budget and purpose for which cash budget is prepared. What do you mean by fixed budget and definition of fixed budget, then flexible budgets, definition and meaning. What is cash budget or financial budget? What is cash budget or financial budget? It is an estimate of cash receipts and payment during the future period of time. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ്സിൻ്റെയും ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെയും ഒരു എസ്റ്റിമേറ്റാണ് ഒരു പർട്ടിക്കുലർ ഫ്യൂച്ചർ പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റഡ് ക്യാഷ് റെസിപ്റ്റും അതുപോലെ എസ്റ്റിമേറ്റഡ് ക്യാഷ് പേയ്മെൻറ്റുമാണ് എന്തിൽ കാണിക്കുക, ക്യാഷ് ഓർ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ കാണിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അനാലിസിസ് ഓഫ് flow of cash in a business over a future, short or long period of time. It is a forecast of expected cash inflows and outflows. Once more, it is defined as an analysis of flow of cash in a business over a future, short or long period of time. ഫ്യൂച്ചറിൽ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടോ ഒരു ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോയിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് എന്തെന്ന് പറയുക, ക്യാഷ് ബഡ്ജറ്റ് ഓർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുക. ഓക്കെ, ഒന്നും കൂടെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അനാലിസിസ് ഓഫ് ഫ്ലോ ഓഫ് ക്യാഷ് ഇൻ എ ബിസിനസ് ഓവർ എ ഫ്യൂച്ചർ ഷോർട്ട് ഓർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. നമ്മുടെ ബിസിനസ്സിലേക്ക് ഏതൊക്കെ രീതിയിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരാമെന്നും അതുപോലെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിനിയോഗിക്കേണ്ടത്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകേണ്ടതെന്നും. ഒന്നെന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫണ്ടും ദെൻ അടുത്തത് ആപ്ലിക്കേഷനാണ്. സോഴ്സസ് ഓഫ് ക്യാഷും ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷുമാണ്. ഏതൊക്കെ രീതിയിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരും, അത് ഏത് രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഓർ ഫോർകാസ്റ്റ് ആണ് എന്തെന്ന് പറയുക, ക്യാഷ് ബഡ്ജറ്റ് ഓർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ ക്യാഷ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. എ ക്യാഷ് ബഡ്ജറ്റ് ഈസ് prepared for the following purposes. What are the purposes for which cash budget is prepared? Okay, first one, to ensure that cash is available in time for carrying out business activities and meeting financial obligations. അപ്പം നമ്മുടെ ബിസിനസ് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ടൈമിൽ ക്യാഷ് ഉറപ്പ് വരുത്തുക. എപ്പോഴാണോ ബിസിനസ്സിലേക്ക് ക്യാഷ് ആവശ്യം ആ ടൈമിൽ ക്യാഷ് ഉറപ്പ് വരുത്തുക. അതാണ് ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ടു എൻഷുർ ദാറ്റ് ക്യാഷ് ഈസ് അവൈലബിൾ ഇൻ ടൈം ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് മീറ്റിംഗ് ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻസ്. ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കറക്റ്റ് ടൈമിൽ ക്യാഷ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നത് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. Okay, then second one, to maintain working capital position safe by making financial arrangements in advance to overcome shortage of funds. അപ്പം നോക്കെ, ഷോർട്ടേജ് ഓഫ് ഫണ്ട്സിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് ടൈം ഫണ്ട്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ഗുഡ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗുഡ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു മെയിൻറ്റെയിൻ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ സേഫ് ബൈ മേക്കിംഗ് ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഇൻ അഡ്വാൻസ്. ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ മുൻകൂട്ടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ സേഫ് ആക്കി നിലനിർത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിനെ സംരക്ഷിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടു യൂസ് ദ അവൈലബിൾ ക്യാഷ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷിനെ ബെസ്റ്റ് പോസിബിൾ മാനറിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ക്യാഷ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഫൈൻഡ് ഔട്ട് വെദർ സർപ്ലസ് ഫണ്ട്സ് ആർ അവൈലബിൾ ഫോർ ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ നമ്മുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് വരികയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഔട്ട്സൈഡ് പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും സർപ്ലസ് ഫണ്ട് ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ തന്നെ ഒരു 4 പർപ്പസസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തെ, ക്യാഷ് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആക്കി കൊടുക്കുക, അത് എൻഷുർ ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ സേഫ് ആക്കി വെക്കുക. ദെൻ ബെസ്റ്റ് പോസിബിൾ മാനറിൽ അവൈലബിൾ ക്യാഷിനെ യൂട്ടിലൈസ് ചെയ്യുക. ലാസ്റ്റ്, സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ,
Then advantages of preparing cash budget. Advantages of preparing cash budget. First advantages is expected total receipt and total payment of cash are available in one statement. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോട്ടൽ ക്യാഷ് റെസിപ്റ്റ് എന്താണെന്നും ടോട്ടൽ ക്യാഷ് പേയ്മെൻറ്റ്സ് എന്താണെന്നും എന്നൊരു ഐഡിയ കിട്ടും. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. ഏതൊക്കെ രീതിയിൽ ബിസിനസ്സിലേക്ക് ആ പർട്ടിക്കുലർ പീരീഡിൽ ക്യാഷ് വരും, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇതിനെക്കുറിച്ചൊരു ഐഡിയ, ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, ഈ ക്യാഷ് ബജറ്റിൽ നിന്ന് കിട്ടും. ദെൻ സെക്കൻഡ് വൺ, അൺയൂഷ്വൽ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ലൈക്ക് മേജർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി പ്ലാൻഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് അവൈലബിലിറ്റി ഓഫ് ക്യാഷ് ഓൺ ഫ്യൂച്ചർ ഡേറ്റ്. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര രൂപ ക്യാഷ് അവൈലബിൾ ആണ്, കിട്ടും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ അല്ലെങ്കിൽ മേജർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയോ ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നെങ്കിൽ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. ഏതിൻ്റെ ബേസിൽ, ഫ്യൂച്ചർ ഡേറ്റിലെ ക്യാഷിൻ്റെ അവൈലബിലിറ്റിയുടെ ബേസിൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് സർപ്ലസ് ഫണ്ട് ഓൺ എനി ഫ്യൂച്ചർ ഡേറ്റ് ക്യാൻ ബി ഫ്രൂട്ട്ഫുള്ളി എംപ്ലോയിഡ്. അതുപോലെ എന്തെങ്കിലും നമ്മൾ ആ പർപ്പസിൽ പറഞ്ഞതാണ്, എക്സസ് ഫണ്ട് ഉണ്ടെങ്കിൽ, സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദ നെക്സ്റ്റ് വൺ, ഫണ്ട് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് സച്ച് ആസ് ബാങ്ക് ലോൺ ക്യാൻ ബി അറേഞ്ച്ഡ് ഇഫ് ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഓരോ മന്തിൻ്റെ അവസാനം എത്രത്തോളം ക്യാഷ് ബാലൻസ് നമ്മുടെ കൈവശം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടും. അവിടെ എന്തെങ്കിലും ഒരു ഫണ്ടിൻ്റെ ആവശ്യകത ഉണ്ട് എങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് ലോണോ മറ്റോ അതുപോലെ ലോവസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഈ ഫണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, on the basis of cash budget all other functional budget can be conveniently adjusted. ഇനി മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സപ്പോസ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആയിക്കോട്ടെ, സെയിൽസ് ബഡ്ജറ്റ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ബഡ്ജറ്റ് ആയിക്കോട്ടെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ് ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഏതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്യാഷ് ബഡ്ജറ്റ് ഓർ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൻ്റെ ബേസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് ബഡ്ജറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ മറ്റുള്ള എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റിനെയും എന്ത് ചെയ്യേണ്ടതായിട്ട്, കൺവീനിയൻ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ. ദെൻ ഫിക്സഡ് ബഡ്ജറ്റ്. Fixed budget, it is also known as static budget. It is also known as static budget. It is one which remain unchanged irrespective of changes in volume of output or level of activity. Volume of outputന് അനുസരിച്ചോ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചോ ഒരു ബഡ്ജറ്റ് ഫിഗേഴ്സിൽ ചേഞ്ചസ് വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ബഡ്ജറ്റിനെയാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്നോ സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്നോ അറിയപ്പെടുക. ഓക്കെ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് വൺ വിച്ച് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഓക്കെ. ദെൻ ICMA London defines a budget as budget designed to remain unchanged irrespective of the level of activity attained. The level of activity attained ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ ബഡ്ജറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റിനെയാണ് എന്തെന്ന് പറയുക, ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. നമുക്കറിയാം ഫിക്സഡ് ബഡ്ജറ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുക, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഓക്കെ. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ ബഡ്ജറ്റ് ഓർ സ്ലൈഡിംഗ് സ്കെയിൽ ബഡ്ജറ്റ്. Flexible budget is also known as variable budget or sliding scale budget. It provides budgeted cost at different levels of activity. Flexible budget provide budgeted cost at different levels of activity. Comparison of actual performance with budget is facilitated. അപ്പോൾ എന്താണ്, ഏതോ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് കോസ്റ്റ് എത്ര ആയി എന്ന് പ്രൊവൈഡ് ചെയ്യാൻ ഏതിന് സാധിക്കും, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന് സാധിക്കും. അപ്പം ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ഒരു ബഡ്ജറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അങ്ങനെയുള്ളൊരു ബഡ്ജറ്റിനെയാണ് എന്തെന്ന് പറയുക, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുക.
ഇങ്ങനെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി കമ്പാരിസൺ എന്താണ് പോസിബിളാണ്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഴ്ച പെർഫോമൻസും ബഡ്ജറ്റ് പെർഫോമൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എവിടെ പോസിബിളാണ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പോസിബിളാണ്. ഓക്കെ, ICMA London defines it as a budget designed to change in accordance with the level of activity actually attained. ഓക്കെ, ഒരു ബഡ്ജറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ്? ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആക്ച്വലി അറ്റൈൻ. അപ്പോൾ ഒരു ആക്ച്വലി അറ്റൈൻ ചെയ്ത ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഒരു ബഡ്ജറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, അപ്പം ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആക്ച്വൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്തതിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് ഫിഗേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബഡ്ജറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള ബഡ്ജറ്റിനെയാണ് എന്തെന്ന് പറയുക? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ക്യാഷ് ബഡ്ജറ്റ്, ദെൻ ഫിക്സഡ് ബഡ്ജറ്റ്, ദെൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. Then, in order to prepare flexible budget, the expenses are classified into fixed cost budget, fixed cost, variable cost and semi-variable cost, etc. Semi-variable cost or semi-fixed cost, etc. അപ്പോൾ നോക്കാം, നമ്മളൊരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കോസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. എന്തായിട്ടൊക്കെയാണ്? ഒന്ന് ഫിക്സഡ് കോസ്റ്റ്, രണ്ടാമത്തത് വേരിയബിൾ കോസ്റ്റ്, മൂന്നാമത്തത് സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ദ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ദ സെയിം ബട്ട് ദ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇനി ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ റിമൈൻ ദ സെയിം ബട്ട് ദ പെർ യൂണിറ്റ് ഈസ് വേരിയഡ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്. വോളിയൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ടോട്ടൽ ഫിക്സഡ് ആയിരിക്കും, പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. ദെൻ ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് ആക്ടിവിറ്റി ബട്ട് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആകുകയും എന്നാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ള ഒരു കോസ്റ്റാണ് എന്തെന്ന് പറയുക? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. ദെൻ സെമി വേരിയബിൾ കോസ്റ്റ്, സം പോർഷൻ റിമെയിൻ കോൺസ്റ്റൻറ്റ് ബട്ട് സം പോർഷൻ ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഒരു നിശ്ചിത ഒരു ലെവൽ വരെ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് ചെയ്യും? കോസ്റ്റ് വേരി ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? സെമി വേരിയബിൾ കോസ്റ്റ് ഓർ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നു. Dear students, watch and listen the lecture carefully and write the assignment questions. What is cash budget? Explain fixed budget and explain flexible budget.